ഞാനൊരിക്കലും ഹീറോ അല്ല. ഞാൻ ഒരു അച്ചീവ്മെന്റും ചെയ്തിട്ടില്ല. അതിൻ്റെ അകത്ത് വീണ് പോയി എന്നെ രക്ഷപ്പെടുത്തിയ ഇവരാണ് യഥാർത്ഥത്തിലുള്ള ഹീറോ. ഇവരാണ് യഥാർത്ഥത്തിലുള്ള മഞ്ഞുമൽ ബോയ്സ്. ഇവർക്കാണ് കാര്യങ്ങൾ പറയാനുള്ളത്. ഇവരാണ് ഓടിയിരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തത്. എനിക്ക് അറിയാനായിട്ടുള്ളൊരു ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ, താഴെ വീണ് പോയിട്ട് ആദ്യം കണ്ണു തുറന്നപ്പോ ശരിക്കും മനസ്സിൽ എന്തായിരുന്നു? കണ്ണു തുറന്നപ്പോ ടൂറ് പോയത് മറന്നുപോയി, വീണത് മറന്നുപോയി, എല്ലാം മറന്നുപോയി. ശരീരം മൊത്തം പെയിൻ, വവ്വാലിന്റെ കരച്ചില്, കണ്ണീട്ട് കുത്തിയ കാണാത്ത ഇരുട്ട്, പേടിച്ച് നിൽക്കുന്ന അവസ്ഥയായിരുന്നു. എന്ത് ധൈര്യത്തിൽ ആ കുട്ടേട്ടൻ അതിലേക്ക് താഴേക്ക് പോവാന്നുള്ളൊരു തീരുമാനം ഏതൊരു മൊമെന്റിലാണ് എടുത്ത റിയൽ ലൈഫിൽ? നമ്മുടെ കൂട്ടുകാരനാണ്, അവന് ഉപേക്ഷിച്ചിട്ട് പോരാൻ പറ്റില്ല. അത് ഒന്നാമത്തെ ധൈര്യം. പിന്നെ എവിടെ നിന്നോ ഒരു പ്രത്യേക എനർജി കിട്ടി, അതും രണ്ടാമത്തെ ഇത്. പിന്നെ കുറേ നേരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവർ ഈ കയറ് താഴത്തോട്ട് ഇടുന്നതും അവരതിനു വേണ്ടി ഒന്നും ശ്രമിക്കുന്നില്ല. കാരണം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന നമുക്ക് സുഭാഷനെ കിട്ടില്ല എന്നുള്ളൊരു ബോധ്യം വന്നുകൊണ്ടാണ് അതിലൂടെ തയ്യാറായത്. അവിടെ വീണ് പോകുന്ന സമയത്ത് ഒരു ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ടാണ് ആ വെള്ളം താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ സ്വന്തം ശരീരം വെച്ചിട്ട് അതിവിടെ തടയുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ശരിക്കും അത് കണ്ടപ്പം സങ്കടം വന്നു. അപ്പം നിങ്ങളുടെ ഒരു സ്ട്രഗിളാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ പറ്റിയത്, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പാണ് കാണാൻ പറ്റിയത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പം നിങ്ങൾ എന്തായിരുന്നു കരുതിയത്? എന്തായിരുന്നു? വെള്ളത്തെ തടയാൻ പറ്റൂല ഞങ്ങൾക്ക് തടയാൻ പറ്റുന്ന മാക്സിമം തന്നെ അതിൻ്റെ ഈ മേളിൽ നിന്ന് തന്നെ കംപ്ലീറ്റ് കല്ലുകളെല്ലാം തന്നെ വീണ് ഈ കുഴിയിലോട്ടാണ്. ഞങ്ങൾ അതിനകത്ത് വട്ടം കിടന്ന് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലോട്ട് വേറെ കല്ലുകളോ മരക്കൊമ്പുകളോ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അതിൻ്റെ വട്ടം കിടന്നത്. പക്ഷെ ആ സമയത്ത് വെള്ളം വീഴുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവാനുഗ്രഹമാണ്. കാരണം അത്രയും താഴത്തേക്ക് ഈ മഴ പെയ്ത് വെള്ളത്തുള്ളികൾ ചെല്ലുമ്പോഴാണ് ശരിക്കും അവിടെ ഓക്സിജൻ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ അത്രയും ഡെപ്തിൽ സാധാരണ ഓക്സിജൻ ഉണ്ടാവില്ല. പക്ഷെ ആ സമയത്ത് നമുക്ക് അതൊന്നും അറിയില്ല. നമ്മളുടെ വിചാരം വീഴുന്നതോ അല്ലെങ്കിൽ കല്ല് വീഴുന്നതോ ഒക്കെ തടയുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. പക്ഷെ അതൊരു മഴ പെയ്യുന്നതും വെള്ളം വീഴുന്നതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് ആ സമയത്ത്. നിങ്ങൾ ശരിക്കും ടൂറൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്ന് നമുക്ക് ഇതിന്ന് കാണാൻ പറ്റുമായിരുന്നു. ഈ ഇൻസിഡന്റിന് ശേഷം ആള് റിക്കവർ ആയതിനു ശേഷം ഏതെങ്കിലും ടൂർ പ്ലാൻ ചെയ്യുമോ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് അപ്പൊന്നും ചെയ്തില്ല. കുറെ നാളെത്തി പിന്നെ ഒരുപാട് സ്ഥലത്ത് പിന്നെയും ടൂർ പോയിട്ടുണ്ട്. കൊടൈക്കനാൽ തന്നെ പോയിട്ടുണ്ട്. പിന്നെ ഈ അടുത്ത് ഇവരുടെ ഷൂട്ടിങ്ങിന് ഞങ്ങൾ കൊടൈക്കനാൽ വിളിച്ചിട്ടുണ്ടായി, അന്ന് പോയിട്ടുണ്ടായി. മൂന്നാറ് ഇടക്ക് പോകും. ഒരു വർഷത്തിൽ ഒരു 3 പ്രാവശ്യം 4 പ്രാവശ്യം പോകും. ഇപ്പോഴും ടൂർ പ്ലാൻ ചെയ്യലൊന്നും കുറവില്ല. കുറവൊന്നുമില്ല. ഈ ഒരു 2 മാസത്തിന് മുമ്പ് വൈസംവാലി പോയാ. ഈ സിനിമ ഒരു റിയൽ സിനിമ, അത് റീക്രിയേറ്റ് ചെയ്തിട്ട് സ്ക്രീനിൽ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതിൽ ചിലപ്പോൾ കൂടുതലായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും. ഈ സിനിമ റിയലായിട്ട് ഫേസ് ചെയ്ത് നിങ്ങൾ സ്ക്രീനിൽ കണ്ടപ്പോൾ എന്താണ് അനുഭവപ്പെട്ടത്? നമുക്ക് സിനിമയായിട്ടല്ലാതെ നമ്മൾക്ക് കാണാൻ പറ്റിയത് ആ സെയിം ഇൻസിഡൻ്റ് ആയിട്ട് തന്നെയാണ് കാണാൻ പറ്റിയത്. അതിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കൂടുതലും ഇല്ല കുറവുമില്ല, ആ ഒരു രീതിയിലാണ് അവർ എടുത്തേക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ക്യാരക്ടേഴ്സ് ഓരോരുത്തരും ഇന്ന വ്യക്തിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരുന്നു. അപ്പം ശരിക്കും അവര് ചെയ്യുമ്പോൾ ഞാൻ അനുഭവിച്ച ഫീൽ അവർക്ക് കിട്ടുമെന്നുള്ള ഒരു തോന്നൽ എപ്പോഴും ഉണ്ടായിട്ടില്ല. ഈ സിനിമയുടെ തുടക്കം മുതൽ ഏകദേശം ഒരു 2.5-3 വർഷമായിട്ട് ഈ ഫുൾ ടീം നമ്മളോട് ഉണ്ടായിരുന്നല്ലോ. അവര് നമ്മളെ നോക്കി പഠിക്കണായിരുന്നില്ലേ, നമ്മളെ നോക്കി പഠിച്ചിട്ടാണ് ചെയ്തേക്കണേ. ഓരോരുത്തരും എങ്ങനെയാണോ അത് അവര് അതേപോലെ ക്യാച്ച് ചെയ്ത്, അതുകൊണ്ടാണ് അവര് നടന്മാരായത്. അവര് ഇടയ്ക്ക് വിളിക്കും, നമ്മളെ പോവും, അവര് നമ്മുടെ രീതികളൊക്കെ അവര് ക്യാച്ച് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളാണോ റിയൽ മഞ്ഞുമൽ ബോയ്സ്, ഇനി അവരാണോ റിയൽ മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള ഒരു ആ ഒരു ഇതിലാണ് അവർ നമ്മളോട് എന്താ പറയാ സൂപ്പർ. ചേട്ടൻ ആദ്യം തൊട്ടേ സൂപ്പർ എന്ന് പറഞ്ഞ ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഇപ്പോഴും ഉള്ളത്. എന്റെ ഒരു കഥാപാത്രം ബാലു ഇതില് എനിക്ക് ഭയങ്കര അതില് പുള്ളി ഒരു തെറ്റ് എനിക്ക് കാണിക്കാൻ പറ്റില്ല. അത് ബാലു ചെയ്ത പോലെ തന്നെ 6 and ലൗഡാണ് ശരിക്കും. ആ ഒരു എന്താ പറയാ അത്രയും ലൗഡിലാണ് 6 ഒരു ക്യാരക്ടർ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പുള്ളി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ബാലു അടിപൊളി എന്ന് പറയാന. ഇപ്പൊ ഇവിടെ ചന്ദനക്കുറിയിട്ടൊക്കെ ഒരു ചേട്ടൻ ഇരിക്കുന്നുണ്ട്. അത്രയും സിനിമയിൽ ഭയങ്കര വൃത്തിയൊക്കെ ഉള്ള ഒരു മനുഷ്യനായിട്ടാണ്. ശരിക്കും റിയൽ ലൈഫിൽ ഇത്രയും തവണ കുളിക്കുകയൊക്കെ ചെയ്യോ? എത്ര തവണ കുളിക്കും ഒരു ദിവസം? സ്മോൾ അടിക്കണ പോലെ ഇരിക്കും. 4 പേക്ക് അടിച്ചു കഴിഞ്ഞാൽ അപ്പ കുളിക്കും, പിന്നീട് 4 പേക്ക് അടിച്ചു കഴിഞ്ഞാൽ അപ്പ കുളിക്കും.
പിന്നെ നാളെ പോയി അടിക്കും, പക്ഷെ കൂട്ടത്തിൽ മാനിനായിരിക്കും. ചന്ദനക്കുറി ഉണ്ടാവും ഇപ്പൊ? ചന്ദനക്കുറി ഒരിക്കലും ആയില്ല. ചന്ദനക്കുറി അത് കൊട്ടാണ്, കൊത്താണ്. അതാണ് നമ്മുടെ power. ആ ശരിക്കും അതൊന്നും ആയില്ല. നമ്മളൊക്കെ സാധാരണ കുളിച്ച് റെഡിയായി മുടിയേരി പൗഡർ ഇട്ട് അതുപോലെ പുള്ളി കുളിച്ച് റെഡിയായി ചന്ദനക്കുറി തൊട്ട് കഴിഞ്ഞാൽ അത് ചെറുപ്പം വരെയുള്ള ശീലമാണ് അത്. അത് പോണെങ്കിൽ ഇനി നാളെ കളയണം. നിങ്ങൾ രണ്ടുപേരുമാണ് യഥാർത്ഥത്തിൽ ചേട്ടനും അനിയനും. സിനിമയിലും അങ്ങനെ കാണിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഈ അനിയന്റെ കുരുത്തക്കേട് സഖി ഇട്ടിട്ട് ഇവനെ വിട്ടേക്കും ഞാൻ അങ്ങനെയൊന്നുമില്ല എന്റെ കൂടപ്പിറപ്പാണ് ചേട്ടൻ. ഒരു കാര്യം വേണ്ട, എന്റെ കൂടപ്പിറപ്പാണ് ചേട്ടൻ. പിന്നെ വേറെ ആരുണ്ട് ഞങ്ങൾ തമ്മില് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. ഒരു വീട്ടിൽ കൂടുന്ന ആൾക്കാരല്ലേ, കോറം കൂടണേ. നമ്മുടെ ചങ്ക് പ്രോയാണ് ചേട്ടൻ. പിന്നെ ഞാൻ പുള്ളിയുടെ കാര്യത്തിൽ ഇടപാടുള്ള, പുള്ളി എന്റെ കാര്യത്തിൽ ഇടപാടുള്ള. ഓക്കെ ഓക്കെ മച്ചാ, സൂപ്പർ. ചെവിടിന് സൗകര്യം മാത്രമേ ഉള്ളൂ ഇടക്കിടക്ക്.